The Real FM 103.6. ശ്രദ്ധ. വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞ് ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെട്ട് മർദ്ദനമേറ്റു മരിച്ച അട്ടപ്പാടിയിലെ മധുവെന്ന ആദിവാസി യുവാവ് ഇന്നും മലയാളിയുടെ തീരാ നോവാണ്. എത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ടായിട്ടും പരിഷ്കൃതരെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും മാനസികമായി പലരും ഇന്നും പ്രാകൃതരായി കഴിയുന്നു എന്നതിന് തെളിവാണ് ഇക്കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ നടന്ന സംഭവം. 4 ചെറുപ്പക്കാർ ചേർന്ന് മാദൻ എന്ന ആദിവാസി യുവാവിനെ കാറിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. സംഭവത്തെക്കുറിച്ച് വാർഡ് കൗൺസിലർ ഷിബു കെ ജോർജ്. ഈ ഞായറാഴ്ച വൈകുന്നേരം ഒരു 6:30 മണിയോടുകൂടി മാദൻ എന്ന ആദിവാസി യുവാവ് കൂലിപ്പണി കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി കൂടൽക്കടവ് എന്ന ഭാഗത്ത് ചായക്കടയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പുഴയിൽ ചെക്ക് ഡാമിൽ കുളിക്കാൻ വന്ന 4 യുവാക്കൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മാഷെ തെറി പറയുകയും കല്ലെടുത്തെറിയാൻ തുടങ്ങിയപ്പോൾ ഈ യുവാവും വേറൊരു യുവാവും കൂടെ ഈ കാറിന്റെ പരിസരത്തോട്ട് ചെന്നു. ഡോറ് തുറന്നിരിക്കുന്ന ഇതിനകത്തോട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ച ഉടനെ ഇവര് ഈ മാദന്റെ കൈ ഡോറിന്റെ ഉള്ളിൽ വെച്ച് അമർത്തി അടച്ചിട്ട് ഇവര് വണ്ടി അതിസ്പീഡിൽ ഒരു 400 മീറ്ററോളം പോവുകയാണ് ഉണ്ടായത്. അന്നേരത്തേനും ഈ 2 ഉപ്പൂറ്റിയും ഈ ടാറിൽ ഒരഞ്ഞ് അതുപോലെ ബേക്ക് സൈഡ് 2 ഭാഗത്തെ തൊലി കംപ്ലീറ്റ് പോയി. എന്നിട്ട് പുറകിൽ നിന്ന് ആൾക്കാരുടെ ഒച്ചയും ബഹളവും കേട്ട് ഈ യുവാക്കൾ ഇയാളെ ഡോറ് തുറന്ന് തള്ളിയിടുകയാണ് ഉണ്ടായത് നിലത്തോട്ട്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 5-8 വർഷത്തേന് ഇയാൾക്ക് പണിയെടുക്കാൻ പറ്റാത്ത രീതിയിലോട്ടാണ് ഈ യുവാവിന്റെ അവസ്ഥ വന്നിരിക്കുന്നത്. കണ്ടാൽ ഏതൊരു മനുഷ്യന് സങ്കടം വരും. ഭാര്യയും 3 മക്കളുമുണ്ട്. നമുക്കറിയാം ഈ വയനാട്ടിൽ അന്നന്ന് കിട്ടുന്ന കൂലിപ്പണി കൊണ്ട് ജീവിക്കുന്ന ഈ ആദിവാസി സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ പണി കുറഞ്ഞു, പക്ഷെ ഇപ്പോൾ കാപ്പിവറിയും സീസണായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ യുവാവിന് ദാരുണമായ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഈ സംഭവം അരങ്ങേറിയത്. ഈ വിഷയത്തിൽ എഴുത്തുകാരൻ MN കാരശ്ശേരിയുടെ പ്രതികരണം. നിർഭാഗ്യവശാല് ചീത്ത വാർത്തകളെ പറ്റിയാണ് നമുക്കിന്ന് അധികം സംസാരിക്കാനുള്ളത്. ഇപ്പൊ വയനാട്ടിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താ? അവിടെ 2 കൂട്ടർ ചെറുപ്പക്കാരാ, 2 പേര് കാറിൽ വന്നതാണ്. അവര് തമ്മിൽ എന്തോ കശപിശ ഉണ്ടായി എന്ന് തോന്നിയിട്ട് ഒരു പാവപ്പെട്ട ആദിവാസി അതെന്താ നോക്കാൻ ചെന്ന. സാധാരണഗതിയിൽ എനിക്ക് അവരെ എല്ലാ കുറച്ച് ആളുകളെ കുറെ കാലം മുമ്പ് തന്നെ പരിചയമുണ്ട്. അവരുടെ രീതികളെ പറ്റി എനിക്കൊരു ധാരണയുണ്ട്. അവരതിൽ ഒന്നും മിണ്ടാൻ പോണില്ല. എന്താ നോക്കിയതാ ഒരു ബഹളം കേട്ടപ്പോ. അപ്പോ ഒരു കൂട്ടര് ആ കാറില് അദ്ദേഹത്തെ കെട്ടി വലിക്കുകയാണ്. എന്ത് കാര്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആ കെട്ടി വലിക്കുമ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ വേദന കൊണ്ടും അവമാനം കൊണ്ടും നിലവിളിക്കുന്ന കേട്ട് ആനന്ദിക്കുകയാണ്. മനഃശാസ്ത്രത്തില് ഇത് ഒരു രോഗമാണെന്ന് പറയും, ഒരു ലൈംഗിക വൈകൃതാണെന്ന് പറയും. അതിന് ക്രൂരവിനോദം എന്ന് മലയാളത്തിൽ പറയും. സൈക്കോളജിയിൽ പറഞ്ഞ സാഡിസം എന്നാ. സാഡിസം എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒരാളെ നമ്മൾ ഉപദ്രവിച്ചിട്ട് അയാൾക്കുണ്ടാകുന്ന പ്രയാസം, നിലവിളി, സങ്കടം കണ്ടിട്ട് നമ്മൾ ആനന്ദിക്കുക. മനുഷ്യന്മാർക്ക് ചേർന്നാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോ എന്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്? പഠിച്ചിട്ട് പരിഷ്കാരം ഉണ്ടായിട്ട്, പണം ഉണ്ടായിട്ട്, സൗകര്യം ഉണ്ടായിട്ട് അവർക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇപ്പോ നടന്നു പോവാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആദിവാസിയെ ആ കാറിൽ കയറ്റി ഒരു സ്ഥലത്ത് ഇറക്കി കൊടുത്തു. അങ്ങനെ ഒരു വാർത്ത വരുമോ? ആരും ചെയ്യില്ല എന്നല്ല, ഭൂരിപക്ഷം എന്താണെന്നാ. ഇത് സമ്പത്തും സമൃദ്ധിയും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിലും റോട്ടിലും വീട്ടിലും ഹിംസ വർദ്ധിക്കുകയാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ ഖേദമുണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ക്രൂര വിനോദം, സാഡിസം ഉണ്ടോ? വേറൊരാളുടെ വിഷമത്തിൽ, വേറൊരാളുടെ സങ്കടത്തിൽ നമ്മൾ ആനന്ദിക്കുന്നുണ്ടോ? മനുഷ്യന്മാർക്കുള്ള ഒരു കൊള്ളരുതായ്മയാണത്. നേരത്തെ അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന ആദിവാസിയെ ഒരു നേരത്തെ ചോറ് കട്ടു എന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്നത്. മലയാളികളുടെ സമൃദ്ധിക്ക് എന്താണ് അർത്ഥം? വല്ല അർത്ഥമുണ്ടോ? ഒരു നേരത്തെ ചോറ് മോഷ്ടിച്ചതിന്, അങ്ങനെ മോഷ്ടിച്ചെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. മോഷ്ടിച്ചെങ്കിൽ തന്നെ ഒരാളെ തല്ലിക്കൊല്ലാനുള്ള കാരണമാണോ അത്? സത്യമായിട്ടും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എന്നെ അങ്ങേയറ്റം നാണം കെടുത്തുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു അഡ്വക്കേറ്റ് A. ജയശങ്കർ. സമീപകാലത്ത് മലയാളികളെ വളരെയധികം വേദനിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു അട്ടപ്പാടിയിലെ ആദിവാസി മധുവിന്റെ കൊലപാതകം. അട്ടപ്പാടിയിലെ ആദിവാസി മധുവിന്റെ വീട് സന്ദർശിച്ച ഒരാളാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ചകളാണ്. മരിച്ചുപോയ മധുവിനെ കുറിച്ചല്ല, ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് എനിക്ക് വലിയ വേദന തോന്നിയത്. കാരണം
ആ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു ഒറ്റയടിപ്പാതയല്ലാതെ ഒന്നുമില്ല. കിഴക്കാന്തൂക്കായ ഒരു മലയുടെ ചെരുവിലാണ് ഈ വീട്. സർക്കാർ പണിഞ്ഞു കൊടുത്ത വീടാണ്. ആ പരിസരത്തുള്ള എല്ലാ വീടുകളും നമ്മൾ നിവർന്നു നിന്ന തല മേൽക്കൂരയിൽ മുട്ടും എന്നുള്ള നിലയിലാണ്. അത്ര പരിതാപകരമായ രീതിയിലാണ് അവിടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആദിവാസികൾക്കെതിരെ അല്ലെങ്കിൽ ജാതി പട്ടികവർഗക്കാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് ഇന്ത്യൻ പാർലമെന്റ് വളരെ ശക്തമായ നിയമം പാസ്സാക്കിയിട്ട് ആ നിയമത്തിന് ശക്തി കുറവാണ് എന്ന് തോന്നിയിട്ട് അതിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് 2-3 തവണ ഇത് ഭേദഗതി ചെയ്തത്. ഇങ്ങനെയുള്ള കേസുകൾ വിചാരണ ചെയ്യാനായിട്ട് പ്രത്യേക കോടതികൾ ഉണ്ട്, അതിന് പ്രത്യേക ജഡ്ജിമാരുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനെയുള്ള കേസുകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. ചാർജ് ചെയ്യപ്പെടുന്നതിൽ തന്നെ ഫലപ്രദമായ അന്വേഷണം നടക്കുന്നില്ല. പ്രോസിക്യൂട്ടർമാരുടെ ഉദാസീനത കൊണ്ട് അല്ലെങ്കിൽ ജഡ്ജിമാരുടെ അതിന് കടന്ന് അരികമ്പ് കൊണ്ട് മിക്കവാറും കേസുകളിൽ പ്രതികളിൽ വെറുതെ വിളിക്കും. അങ്ങനെ അസ്വാസ്ഥ്യജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ വയനാട്ടിലെ ആദിവാസി യുവാവിന്റെ ദുസ്ഥിതി നമ്മുടെ പത്രങ്ങളിൽ വന്നു. എത്ര ആളുകൾ അതിന് പ്രാധാന്യം കൊടുത്തു എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും ആരും തന്നെ ഈ മാസം കെട്ട് കെട്ടിയതായിട്ടും കണ്ടില്ല. അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് സ്വന്തമായിട്ട് കോടതിയിൽ പോകാനോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിവർന്നു നിന്ന് നീതിക്ക് വേണ്ടി പോരാടാനോ നിവൃത്തിയില്ലാത്ത ആളുകളാണ് ആദിവാസി. അവർക്ക് വോട്ട് ബാങ്കില്ല, അവർക്ക് പണമില്ല, രാഷ്ട്രീയ സ്വാധീനമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ ചൂഷണം നേരിടുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ത്യ പോലൊരു രാജ്യത്തിന് വളരെ അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്, ലജ്ജാകരമാണ് എന്ന് മാത്രം പറയും. മാനന്തവാടിയിൽ തന്നെ ഇക്കഴിഞ്ഞ ദിവസം ആദിവാസികളോടുള്ള അവഗണന സൂചിപ്പിക്കുന്ന മറ്റൊരു സംഭവവും നടന്നു. ചുണ്ട എന്ന വയോധികയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോവേണ്ടി വന്നു. വികസനങ്ങളൊക്കെ പലതും വരുമ്പോഴും ആദിവാസി സമൂഹം ഇന്നും മുഖ്യധാരയിൽ നിന്ന് പുറത്തായി പോകുന്നുണ്ട്. സാമൂഹ്യ നിരീക്ഷകൻ CR നീലകണ്ഠൻ. ഇക്കഴിഞ്ഞ ദിവസം മാനന്തവാടിയിലുണ്ടായ സംഭവം ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ ആലങ്കാരിക ഭാഷയിൽ പറയാം. പക്ഷെ എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാരണം കേരളത്തിന്റെ മുഖ്യധാരാ സമൂഹം എന്ന് പറയുന്ന, പ്രത്യേകിച്ചും മധ്യവർഗ ഉപരിവർഗ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു പൊതുബോധം, ആദിവാസി എന്ന് പറഞ്ഞാൽ അവർ ഈ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളരുതാത്തവരും, അവർക്ക് പ്രത്യേകിച്ച് വിവരമില്ലാത്തവരും കഴിവില്ലാത്തവരും അവർ ഏത് രീതിയിലും ചൂഷണം ചെയ്യാൻ കഴിയുന്നവരും ഒക്കെയാണ് എന്നാണ്. നമ്മൾ ഇതിനേക്കാളൊക്കെ ചർച്ച ചെയ്തൊരു വിഷയം മറന്നുപോയത് അട്ടപ്പാടിയിലെ മധുവിന്റെ കാര്യം. കുറെ ആളുകൾ കൂടി അയാളെ തല്ലിക്കൊന്നു അക്ഷരാർത്ഥത്തിൽ. ആ കേസിലെ സാക്ഷികൾ മുഴുവൻ കൂറുമാറി. കുറച്ച് പൊതുപ്രവർത്തകർ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, ചെറിയൊരു ഭാഗമായിരുന്നതാണ് ഞാൻ, ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചില ശിക്ഷകൾ അവിടെ കുറച്ച് ആളുകൾക്ക് അതിൽ കിട്ടുകയും ചെയ്തത്. അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ കേരള വികസന മാതൃകയെ കുറിച്ചൊക്കെ വലിയ തോതിൽ അഹങ്കാരത്തോടെ പറയും. കേരളത്തിലെ ആദിവാസികൾ വികസന മാതൃകയിൽ നമ്മൾ അവകാശപ്പെടുന്ന ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതു സാമൂഹ്യ നിലവാരം, ഇതിലൊക്കെ അവരുണ്ടോ? സ്ത്രീകളുടെ സാക്ഷരത, അതുപോലെ പ്രസവത്തിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം, ശിശുമരണ നിരക്ക്, ഏതെങ്കിലും കേരളത്തിന്റെ സൂചകം ഈ ആദിവാസികൾക്ക് ബാധകമാണോ? അതോ 2.5% വരുന്ന ആദിവാസികൾ ഒരിക്കലും കേരളത്തിൽ പെടുന്നവരല്ലേ? ആദിവാസിക്ക് ഭൂമിയില്ല, ഭൂമി കിട്ടിയാൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല, അവന് മൂലധനമില്ല, അവന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കറിയാം. ആദിവാസിക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബൽ ഹോസ്റ്റലുകളുടെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പരമദയനീയമാണ്. എന്തുകൊണ്ടാണ് അവർക്കുള്ള ഫണ്ടുകൾ ബഹുഭൂരിപക്ഷം ചിലവാകാതെ പോകുന്നത്? അവരോട് വേണമെങ്കിൽ നമ്മുടെ വിദേശ രാജ്യത്ത് നിന്ന് വരുമ്പോൾ അവരെ മുന്നിൽ കൊണ്ടുവരുത്തി വേഷം കെട്ടിച്ച് പാട്ട് പാടുന്നത് ഒഴിച്ചാൽ അവരുടെ കലാജീവിതം, അവരുടെ സാംസ്കാരിക ജീവിതം നമ്മൾ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ സംരക്ഷിക്കുക. ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ വികസിതമെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളിലൊക്കെ ഈ അബോറിജിനൽസിനെ വലിയ തോതിൽ സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ സംസ്കാരവും ജീവിതവും അതുപോലെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യ ജീവിത പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസം, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു മേൽക്കൈയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പുരോഗമനമുണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ സാധ്യമാകാതെ വന്നത്? മാതനോട് ക്രൂരത കാണിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. വയനാട് ജില്ലയിലെ മാനന്തവാടിയില് കഴിഞ്ഞ ദിവസം ആദിവാസി യുവാവിനെ കാറിൽ കുരുക്കി വലിച്ചു കൊണ്ടുപോയത് കേരളത്തെ സംബന്ധിച്ചോളം പ്രാകൃതമായിട്ടുള്ള ഒരു സമീപനമാണ് ആ യുവാക്കള് അവിടെ എടുത്തിട്ടുള്ളത്. ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് പ്രദേശം കാണാൻ വേണ്ടി വന്നിട്ടുള്ള മറ്റിതര യുവാക്കളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ആ സമയത്ത് അതുവഴി വന്ന ആദിവാസി യുവാവായിട്ടുള്ള മാതന്റെ കയ്യേറ്റം ചെയ്യുകയും അദ്ദേഹത്തെ കാറിന്റെ ഡോറിൽ കുരുക്കി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കൃത്യവിവരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യം. നേരത്തെ ഇതേപോലെയുള്ള അട്ടപ്പാടിയിലെ മധുവിന്റെ കാര്യവും നമ്മുടെ ശ്രദ്ധയിൽ ഈ സമയം വരികയാണ്. ഏതായാലും പത്രക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി എന്ന നിലയ്ക്ക് തന്നെ കർശന നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ആദ്യപടി അവരുടെ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും അതിനുശേഷം പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കണം എന്ന് തന്നെയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന
ഏതായാലും നമുക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തിനു മുന്നിൽ കേരള മാതൃക എന്ന് നാം നാഴികയ്ക്ക് 40 വട്ടം ഉദ്ഘോഷിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ സംഭവം മതി പല സൗധങ്ങളും തകർന്നു വീഴാൻ. ഒരു സാധാരണ മനുഷ്യനെ കാറിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ച യുവാക്കളുടെ മനോവൈകൃതത്തെ എന്ത് പേരിട്ടാണ് നാം വിളിക്കേണ്ടത്? വിദ്യാസമ്പന്നരായ ഒരു സമൂഹത്തിലാണ് മധുവും മാദനും ചുണ്ടയുമൊക്കെ നരകയാതന അനുഭവിക്കേണ്ടി വരുന്നത് എന്ന കാര്യം നാം മറന്നുകൂടാ. ഇത്തരം ക്രൂരത കാണിക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും തക്കതായ ശിക്ഷ നൽകാനും ഒട്ടും കാലതാമസം വരുത്തിക്കൂടാ. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.